ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സെങ്കോട്ടെ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മുടെ അവസാനത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ കൊല്ലത്തു നിന്ന് കയറി ആ പുനലൂർ വഴി നമ്മൾ ആ ഒരു വെസ്റ്റേൺ ഗാർഡ്സൊക്കെ ക്രോസ് ചെയ്ത് അതിമനോഹരമായ ഒരു വഴിയിലൂടെ ഇവിടെ സെങ്കോട്ടെ എത്തിയിരുന്നു. നമ്മൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഈ സെങ്കോട്ടയിൽ നിന്ന് പോകാൻ പോകുന്നത് പുനലൂരിലോട്ടാണ്. പുനലൂർ തൂക്കുപാലം കാണണം. പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഒരുപാട് റീലുകളും വീഡിയോകളൊക്കെ ഇങ്ങനെ കറങ്ങുന്നത് പലയിടത്തും കണ്ടു. അന്നൊക്കെ നമുക്ക് തോന്നിയൊരു ആഗ്രഹമാണ്, കേരളത്തിനകത്ത് ഈ ലണ്ടൻ ബ്രിഡ്ജൊക്കെ പോലെയുള്ള ഇത്തരത്തിലുള്ളൊരു പാലം ഉണ്ടായിട്ട് നമ്മളിത് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. നമ്മളേതായാലും അത് കാണാനുള്ള ഒരു യാത്രയാണിത്. നമ്മളിപ്പോൾ ഉള്ളത് സെങ്കോട്ടെ ബസ് സ്റ്റാൻഡിലാണ്, തമിഴ്നാട്ടിലെ സെങ്കോട്ടെ ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കൊല്ലത്തേക്കും തിരുവനന്തപുരത്തേക്കും എല്ലാം ബസ്സുകളുണ്ട്. നമ്മുടെ KSRTC അടക്കം ഇവിടെ സർവീസുകൾ നടത്തുന്നുണ്ട്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡ് അകത്തേക്ക് കയറുവാണ്. ആ തമിഴ്നാടിൻ്റെ ആ ഒരു PRC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PRC, അത് കടന്നു പോവുകയാണ്. നമ്മുടെ ഒരു KSRTC ബസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പോകാനുള്ള വണ്ടി തന്നെയാണ്. നമ്മളേലും ഈ വണ്ടി കയറുവാണ്. നമ്മുടെ KSRTC കയറിയിട്ടുണ്ട്. കേരളത്തിലൂടെ KSRTC യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫീലാണ് മറ്റൊരു സംസ്ഥാനത്ത് ചെന്നിട്ട് നമ്മുടെ ഈ KSRTC യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ KSRTC ബസ് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ സെങ്കോട്ടയിൽ നിന്ന് പുനലൂർക്കാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ചാർജായിട്ട് നമുക്ക് വരുന്നത് 74 രൂപയാണ്. ഇവിടെ നിന്ന് എപ്പോഴും തന്നെ ബസ് നമുക്ക് കിട്ടുകയും ചെയ്യും. കേരളത്തിൽ നിന്ന് പല ഡിപ്പോകളിൽ നിന്നും തഞ്ചാവൂരിലോട്ടും അല്ലെങ്കിൽ തെങ്കാശിയിലോട്ടും എല്ലാം ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട്. നമ്മുടെ ബസ്സിൽ കയറി അത്യാവശ്യം വേഗതയിൽ തന്നെയാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ നല്ല പരന്ന റോഡിൽ കൂടി നമ്മുടെ KSRTC ഇങ്ങനെ നല്ല പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഈ മലയും കുന്നും എല്ലാം കയറി തന്നെ ഇവർ പറന്നാണ് പോകുന്നത്. പിന്നെ തമിഴ്നാട്ടിലെ നേരെയുള്ള വഴിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും KSRTC ഡ്രൈവർമാരുടെ യൂണിഫോം മാറിയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് KSRTC കയറുന്നത്. ആ നീല യൂണിഫോം എനിക്ക് അത്ര പിടുത്തമുണ്ടായിരുന്നില്ല. ഏതായാലും ഇവർ തിരിച്ച് കാക്കിയിലോട്ട് വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ആ യൂണിഫോം മാറുന്നതിൻ്റെ കൂടെ തന്നെ ഈ മോശം സ്വഭാവമുള്ള അല്ലെങ്കിൽ മോശം പെരുമാറ്റമുള്ള കുറച്ച് ജീവനക്കാരുണ്ട്. അവരോട് പെരുമാറ്റവും കൂടി ഒന്ന് മാറിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം 100ൽ 10 പേരാണെങ്കിൽ പോലും അവർ കാരണം ബാക്കിയുള്ള 90 പേർക്കും അതൊരു ചീത്തപ്പേരായിട്ട് മാറും, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് അതൊരു മോശമായിട്ട് മാറും. അങ്ങനെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥരെ കൂടി ഒഴിവാക്കുകയാണെങ്കിൽ KSRTC ഗുണം പിടിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മളേതായാലും പയ്യെ ചുരമൊക്കെ കയറി മുകളിലോട്ട് പോവുകയാണ്. ഹെയർ പിന്നൊക്കെ വളച്ചെടുക്കുന്ന അവരുടെ ഒരു രീതി ഉണ്ടല്ലോ, അത് നമ്മൾ KSRTC മാത്രമാണ് അത്ര പ്രൊഫഷണലായിട്ട് കണ്ടിട്ടുള്ളത്. പ്രൈവറ്റ് ബസ്സുകാർ അങ്ങനെ ചെയ്യില്ല എന്നല്ല പറയുന്നത്. എന്നിരുന്നാൽ പോലും ആ KSRTC ആ ഒരു ഭംഗിയും നമ്മുടെ മനസ്സിലുള്ള ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് അതങ്ങനെ തോന്നുന്നത്. നമ്മുടെ ഡ്രൈവറേട്ടായാലും വണ്ടി പറപ്പിച്ചാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോടുകൂടി നമ്മൾ പുനലൂർ എത്തുമെന്ന് പറഞ്ഞാൽ 6:15 പുനലൂർ ചെല്ലും. അവിടുത്തെ ആ തൂക്കുപാലത്തിൻ്റെ വീഡിയോകൾ എടുക്കാൻ ഉദ്ദേശം. ഈ പോകുന്ന വഴിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഈ മൂന്നാറിൽ നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്ന നേരുമംഗലം കാട്ടിലൂടെയുള്ളൊരു വഴിക്ക് സമാനമായൊരു വഴിയാണിത്. 2 വശം കാടാണ്. നമ്മൾ ഇതേ റൂട്ടിൽ അങ്ങോട്ട് പോയത് ട്രെയിനിനാണ്. അതും ശരിക്കും നമ്മളെ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ മലയെല്ലാം കയറി നമ്മൾ ഈ ബസ്സിന് പോകുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഭൂപ്രകൃതി നമുക്ക് മനസ്സിലാവുന്നത്. ഇതേ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷനിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് ട്രെയിനിൽ സഞ്ചരിച്ചതെന്നുള്ളത് ഓർക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതവും ഒരു ആശ്ചര്യവും തോന്നുന്നു. നമ്മുടെ കേരളത്തിലെ കൊല്ലത്തെയും തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് കിടക്കുന്ന ഒരു ദേശീയപാതയാണിത്. എനിക്ക് തോന്നുന്നു കൊല്ലം മധുര ദേശീയപാതയുടെ ഭാഗമാണിത്. ഒരുപാട് ചരക്ക് ഗതാഗതവും അല്ലെങ്കിൽ യാത്രാ ഗതാഗതവും ഒക്കെ നടക്കുന്ന ഒരു വഴിയാണിത്. നമ്മളേതായാലും കേരളത്തിൻ്റെ ബോർഡറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചരക്ക് ലോറികളെല്ലാം കിടപ്പുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകുന്ന KSRTC ബസ്സുകളുമുണ്ട്. കേരളത്തിലേക്ക് സ്വാഗതം എന്ന രീതിയിൽ ബോർഡുകളൊക്കെ കാണാം. കുറച്ച് നേരത്തെ ഒരു അന്യസംസ്ഥാന ജീവിതത്തിന് ശേഷം ഞാൻ വീണ്ടും കേരളത്തിലേക്ക് കിടക്കുകയാണ്. വെൽക്കം ടു കേരള എന്നുള്ളൊരു ബോർഡ് കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. നമ്മൾ എത്രയൊക്കെ നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാലും
നമുക്ക് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും കേരളത്തിൽ പുറത്തു പോയാൽ തിരിച്ചു വരാനുള്ള ഒരു അനുഭൂതി തോന്നാറുണ്ട്. നമ്മളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ബസ്സിലെ കാഴ്ചകൾ ഒരുപാടൊന്നും ഞാൻ കാണിക്കുന്നില്ല, പെട്ടെന്ന് ഓടിച്ചു വിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം പുനലൂർ തൂക്കുപാലമാണല്ലോ. ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി കാണാം. നമ്മളങ്ങനെ പുനലൂർ എത്തിയിരിക്കുകയാണ്. ഏകദേശം 6 മണിയായിട്ടുണ്ട് നമ്മൾ പുനലൂർ എത്താനായിട്ട്. നമ്മൾ ഈ പുനലൂർ പട്ടണത്തിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത്. എന്ത് ഭംഗിയാണല്ലോ ഈ ഒരു പാലം കാണാനായിട്ട്. ഇത്രയും ഭംഗിയുള്ളൊരു ചരിത്ര നിർമ്മിതി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം? ഈയിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഹിറ്റായി ഓടിയ 2-3 റീലുകളിൽ നിന്നാണ് ഇങ്ങനെയൊരു സംഗതി നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ കൊല്ലത്തുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത്. എന്നാൽ പിന്നെ ഈ ഒരു സംഗതി കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് ചരിത്രങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുള്ള ഒരു പാലം കൂടിയാണിത്. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരുപാട് വാണിജ്യ വ്യാപാര ബന്ധങ്ങളിൽ ഒരു മുതൽക്കൂട്ടായി നിന്ന അല്ലെങ്കിൽ കൈപിടിച്ചുയർത്തിയ ഒരു പാലമാണിത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് പുനലൂരിൽ തൂക്കുപാലത്തിനുള്ള ആവശ്യവും ആശയവും ഉടലെടുക്കുന്നത്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന നാണുപിള്ളിയായിരുന്നു ഈ പാലത്തിൻ്റെ മേൽനോട്ടം ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ ഏൽപ്പിക്കുന്നത്. കാണുമ്പോൾ വളരെ ശാന്തമായി ഒഴുകുന്നുവെന്ന് തോന്നിയാലും നല്ല അടിയൊഴുക്കും നീരൊഴുക്കുമുള്ള ഒരു പുഴയാണ് കല്ലടയാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പുഴയ്ക്ക് കുറുകെയുള്ളൊരു പാല നിർമ്മാണം ആ ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികളും നേരിട്ടതിനപ്പുറമാണ് തൂക്കുപാലം എന്നൊരു ആശയത്തിലേക്ക് ഈ എഞ്ചിനീയർമാർ എത്തുന്നത്. ഈ പുഴയുടെ 2 അറ്റത്തായിട്ട് 2 കരകളിലായിട്ട് കമാനാകൃതിയിൽ പാലങ്ങൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ഗോപുരങ്ങൾ നിർമ്മിക്കുകയും ആ ഗോപുരങ്ങളിലേക്ക് ഇരുമ്പ് കമ്പികൾ വലിച്ചു ചേർത്ത് പാലത്തെ യോജിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. തടി കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോറെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിനു മുകളിലൂടെ ഈ കഴിഞ്ഞ ഒരു കാലത്തോളം വാഹനങ്ങൾ വരെ കടത്തിവിട്ടിരുന്നു. പുനലൂരിൽ പുതിയ കോൺക്രീറ്റ് പാലം ഉണ്ടാകുന്നതോടും വരെ ഇതിലൂടെ തന്നെയായിരുന്നു വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഈ പാലത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ പാലത്തിൻ്റെ സ്ഥിതി കുറച്ചു കാലം മുമ്പ് വരെ വളരെ ശോചനീയമായിരുന്നു. കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ ഇതുവഴിയെല്ലാം വലിച്ച് ഈ പാലത്തിനെ അപകടത്തിലാക്കും വിധം മോശമായിരുന്നു അവസ്ഥ. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലം കേരള പുരാവസ്തു ഗവേഷണ വകുപ്പ് ഏറ്റെടുക്കുകയും ഒരു ചരിത്ര സ്മാരകമാക്കി മാറ്റുകയും ചെയ്തു. നിലവിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈ പാലം സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന അല്ലെങ്കിൽ തമിഴ്നാടുമായുള്ള വ്യാപാര ബന്ധങ്ങളെ ഒരുപാട് കൈപിടിച്ച് ഉയർത്തിയ ഇത്തരത്തിലുള്ളൊരു പാലം അല്ലെങ്കിൽ പുനലൂരിൻ്റെ നമ്മളിന്ന് കാണുന്ന അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ മലയോര ഗ്രാമമായ പുനലൂരിന് ഇത്രയധികം വളർച്ചയിലേക്ക് എത്തിച്ച ഈ ഒരു പാലത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 1877 പണി തീർത്ത അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ പണി തീർത്ത ഒരു പാലം ഇന്നും ഇത്ര ശക്തിയോടുകൂടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ എഞ്ചിനീയർമാരുടെ അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ആളുകളുടെ വൈദഗ്ധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്.
ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ പണിതീർത്ത ഇതുപോലെയുള്ള ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ നമുക്ക് അങ്ങായി കാണാൻ കഴിയും. അവയെല്ലാം കൃത്യമായി ആ ഒരു ചരിത്രത്തെ, ആ ഒരു ചരിത്ര കാലഘട്ടത്തെ നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എത്ര തിരുത്തി എഴുതിയാലും അല്ലെങ്കിൽ എത്ര തേച്ച് മായ്ച്ച് കാണുന്നാലും മാറുന്നതല്ല ചരിത്രം എന്നുള്ളത് ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പലരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ശാന്തമായി ഒഴുകുന്ന കല്ലടയാറും അതിന് കുറുകെയുള്ള മനോഹരമായ ഈ പാലവും പുനലൂരിലെ ഈ ഒരു സായാഹ്നവും ആസ്വദിച്ചുകൊണ്ട് എൻ്റെ യാത്ര അതിമനോഹരമായി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ ഈ പാലത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും മറ്റൊരു മനോഹരമായ യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പുനലൂരിനോടും നിങ്ങളോടും യാത്ര പറയുകയാണ്.